നേതാവ് പരിപാടിയിൽ നിന്ന് മീഡിയ വണ്ണിനൊപ്പമുള്ളത് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നമസ്കാരം സാർ. നമസ്കാരം. പല സംസ്ഥാനങ്ങളിലെയും അധികാരത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലില്ല. പക്ഷേ ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായി വിലയിരുത്തപ്പെടുന്നതിലൊന്ന് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഇവിടെ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യണം BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം BJPക്കെതിരായ നിലപാട് കോൺഗ്രസ് പലയിടത്തും എടുക്കുന്നുണ്ട്. എന്നാൽ തങ്ങളെ അധികാരഭ്രഷ്ടമാക്കിയ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എന്നിട്ട് BJPയുടെ കുറേ അപകടങ്ങളും ഒക്കെ കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധി വരെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJP ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള വെല്ലുവിളിയാണ് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഉയർത്തുന്നത് എന്നത് സൂക്ഷ്മമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടോ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇപ്പം രാഹുൽ ഗാന്ധി തന്നെ രണ്ട് കാര്യങ്ങൾ. ഒരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിക്കുകയാണ്, RSS ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഞങ്ങൾ ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പം അത് ഇന്ത്യൻ ഭരണഘടനയെ രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നില്ല എന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തിന് ഒരു മതവുമായി ബന്ധം കൊടുക്കുന്നില്ല. രാഷ്ട്രമെന്ന് പറയുന്നു, രാജ്യമെന്ന് പറയുന്നു, അത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ശരിയായ രാഷ്ട്രീയ ദിശാബോധമില്ല എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. ഒന്ന്. രണ്ട്, BJPയെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ ഒപ്പം സഹകരിക്കുന്നവർക്കും ജയിക്കാവുന്ന ഒരുപാട് മണ്ഡലങ്ങൾ ഇന്ത്യയിലില്ലേ? അപ്പോൾ BJPയെ എതിർത്തുകൊണ്ട് BJP വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവ് എന്ന ഒരു പദവിയും അംഗീകാരവും രാഹുൽ ഗാന്ധി എന്തിനാണ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്? അദ്ദേഹം ഇപ്പോൾ എന്താ ചെയ്യുന്നത്? BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ സമര മുന്നണിയിലെ ഒരുപാട് പാർട്ടികളുണ്ട്. അതിൻ്റെ നേതാവാരെന്ന് പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിന് ഇപ്പോൾ 57 സീറ്റേ ഇപ്പോൾ ഉള്ളൂ ലോക്സഭയിൽ. ഇനി എത്ര കിട്ടുമെന്നുള്ളത് കണ്ടറിയണം. 60ഓളം സീറ്റ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ തന്നെ മത്സരിക്കുന്നുണ്ട്. അപ്പം ഫലം വരുമ്പോഴേ എങ്ങനെയാണ് BJPയെ തോൽപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഓരോ സംസ്ഥാനത്തും നേട്ടങ്ങൾ കൊയ്യുക എന്നുള്ളത് ഇനി കാണാനിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ്സിന് തങ്ങളോട് സഹകരിക്കുന്ന BJP വിരുദ്ധ പാർട്ടികളുമായി ചേർന്ന് BJPയെ തോൽപ്പിക്കാൻ ഒരു സീറ്റുമില്ലെന്നല്ലേ ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നത്? കേരളത്തിൽ വന്ന് കോൺഗ്രസുമായി അഖിലേന്ത്യാ തലത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം സഹകരിക്കേണ്ട CPIയുടെ ദേശീയ നേതാവായ ആനി രാജയ്ക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ സിറ്റിംഗ് സീറ്റാണെന്ന് പറയാം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ഒരുപാട് ക്ഷതം BJP ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ രാഷ്ട്രീയ ബോധം രാഹുൽ ഗാന്ധിക്കില്ല എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ CPIM ഇടതുപക്ഷവും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കോൺഗ്രസിൻ്റെ തന്നെ ചാഞ്ചാട്ടങ്ങൾക്കും തെറ്റായ നയങ്ങൾക്കും എതിരായി കൂടി സമരം ചെയ്തുകൊണ്ടേ BJPക്കെതിരായ സമരം ഫലപ്രദമാവുകയുള്ളൂ. ഇടതുപക്ഷമുണ്ടെങ്കിൽ അവിടെ പിന്നെ കോൺഗ്രസ് വേണ്ട. BJPക്കും ഫാസിസ്റ്റ് RSSനും എതിരായി ഏറ്റവും അചഞ്ചലമായ സമരം നടത്തുന്നത് ഇടതുപക്ഷമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ AK ആന്റണി പറയുന്നത് സിറ്റിംഗ് MP ആയതുകൊണ്ടാണ് മത്സരിക്കുന്നത്, ഇടതുപക്ഷത്തിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തരുതായിരുന്നു എന്നുള്ളതാണ്. ആർക്കാണ് പിഴച്ചു പോയത്? ഇവിടെ അമേധി എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഇനിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. റായ്ബറേലി എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അമേധിയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ളൊരു കാരണം പേടിച്ച് ഹിന്ദി ഹൃദയഭൂമി വിട്ട് ഓടിപ്പോയിരിക്കുന്നു എന്ന് പ്രചരണം നടത്താനുള്ള അവസരം BJPക്ക് കോൺഗ്രസ് കൊടുത്തതാണ്. കഴിഞ്ഞ തവണ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ചതിനെ തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്തതാണ്, എന്താണ് അതിൻ്റെ രാഷ്ട്രീയം? രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും ബുദ്ധിപൂർവ്വം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നും വാശി പിടിക്കേണ്ട കാര്യമില്ല. ഏത് നേതാവിനും അബദ്ധങ്ങൾ പറ്റാം. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് താൻ മത്സരിക്കേണ്ട സീറ്റ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തുടർച്ചയായി തെറ്റുപറ്റുകയാണ്. ആരിഫിനെതിരായിട്ട് KC വേണുഗോപാൽ ഒന്ന് മത്സരിക്കുമ്പോൾ എന്താ അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹം കാണാൻ ആലപ്പുഴ ജയിച്ചാൽ രാജ്യസഭയിൽ രാജസ്ഥാനിൽ നിന്നുള്ള KC വേണുഗോപാലിൻ്റെ സീറ്റ് നരേന്ദ്രമോദിയുടെ മടിയിൽ കൊണ്ട് വെച്ചു കൊടുക്കുകയാണ് KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കൂടി. ഇത്രത്തോളം ആലോചനാശൂന്യമായി പെരുമാറാൻ ഈ KC വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കും എങ്ങനെ കഴിയുന്നു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ AK ആന്റണിയോട് എനിക്ക് പറയാനുള്ളത്, ശ്രീ രാഹുൽ ഗാന്ധിക്ക് BJPക്കെതിരായ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സഹകരണം തനിക്ക് പ്രധാനമാണ്
എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ BJP-ക്കെതിരായി പൊരുതാതെ ഇടതുപക്ഷത്തിനെതിരായി പൊരുതുക എന്നുള്ള ലോകവിഡ്ഢിത്തം രാഹുൽ ഗാന്ധി കാണിക്കുമായിരുന്നില്ല. അതാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാം. വ്യത്യസ്ത ആശയങ്ങളുള്ള 28ഓളം പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഉള്ളത്. ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളുള്ള പാർട്ടികൾ ഒരുമിച്ച് എത്ര കാലം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും? അല്ല, വ്യത്യസ്ത ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലൊരു യാഥാർത്ഥ്യമാണ്. വ്യക്തമായി ഒരു ആശയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരിൽ തന്നെ ഒരു വ്യക്തിയിൽ തന്നെ വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാവും. ടു ബി ഓർ നോട്ട് ടു ബി, അതോ ഇതോ, വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്ത ആശയങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പൊതുവേദിയിൽ ആരോഗ്യകരമായ പരസ്പര സംവാദത്തിലൂടെ എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ സഹകരിക്കേണ്ടത്, എവിടെയാണ് നിങ്ങളുടെ വിമർശനം ശരിയായിരിക്കുന്നത്, എവിടെയാണ് നിങ്ങളുടെ വിമർശനം ശരിയല്ലാത്തത്, ഇത് സംബന്ധിച്ച ആരോഗ്യകരമായ സംവാദം ഓരോ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. പാർട്ടികൾ തമ്മിലും ജനാധിപത്യപരമായ സംവാദം നടക്കണം. അത്തരം സംവാദത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. വ്യത്യസ്ത നിലപാടുള്ള പാർട്ടികൾ NDA-യിലും BJP-യുടെ മുന്നണിയിലും ഉണ്ട്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്കായി ഇന്ന് ഇന്ത്യയിൽ ഭാവിയിൽ ഭരണം നടത്താൻ കഴിയും എന്ന് വിചാരിക്കുന്നില്ല. ഭരണഘടനയ്ക്ക് വേണ്ടി CPM ഒന്നും ചെയ്തില്ല എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AK ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് CPM-ന് മറുപടിയുണ്ടോ? 5 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് ആരും ലംഘിക്കാത്ത ഒരു ഭരണഘടനാ തത്വമാണ്. അത് ലംഘിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന ആളാണ് AK ആന്റണി. അടിയന്തരാവസ്ഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 71-ൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് 76 തിരഞ്ഞെടുപ്പ് നടക്കണമായിരുന്നു. ലോക്സഭയുടെ കാലാവധി സ്വേച്ഛാധിപത്യപരമായി ശ്രീമതി ഇന്ദിരാഗാന്ധി നീട്ടി. AK ആന്റണി രാജിവെച്ച് പുറത്തു വന്നു? ഇല്ലല്ലോ. ഗോഹത്തിയിലൊരു സമ്മേളനം നടന്നപ്പം അവിടെ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളും കൂടി വളരെ സൗമ്യമായി പറഞ്ഞു. അത്രത്തോളം നല്ലത്. ഈ രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഗളച്ഛേദം ചെയ്ത ഒരു പാർട്ടിയുടെ നേതാവാണ് AK ആന്റണി. ജനങ്ങൾ തിരഞ്ഞെടുത്ത് 1957-ലെ EMS ഗവൺമെൻറ്റിനെ, ആ ഗവൺമെൻറ്റിനെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്താൻ കുതിരക്കച്ചവടം നടത്താൻ നോക്കി കോൺഗ്രസ്. നേരിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അത് വിജയിച്ചില്ല. അപ്പോൾ ഭരണഘടനയെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് 59-ൽ ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ് AK ആന്റണി. ഭരണഘടനാ സംരക്ഷണത്തെക്കുറിച്ച് കോൺഗ്രസ് പറയുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ സഹതാപാർഹമായ അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതുവരെയുള്ള പ്രചരണത്തിൻ്റെ രീതി വെച്ചാൽ ഇടതുമുന്നണി നേതാക്കൾ, താങ്കളടക്കമുള്ള ഇടതുമുന്നണി നേതാക്കളും മുഖ്യമന്ത്രി അടക്കമുള്ളവരും CAയിൽ മാത്രമാണ് ഊന്നുന്നത്. ഏറ്റവും കൂടുതലായി പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് CA മാത്രം പറഞ്ഞുകൊണ്ട് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമാണോ ലക്ഷ്യം? CAA എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന സങ്കല്പനം, ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ചുള്ള നിർവചനം, അത് മതാധിഷ്ഠിതമല്ല. ഇന്ത്യൻ ഭരണഘടന അത് പൗരത്വം നൽകുന്നതിന് മതം മാനദണ്ഡമാക്കാമെന്ന ഒരു അതിഭീകരമായ മാറ്റം, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ വെല്ലുവിളിക്കുന്ന ഒരു ഭേദഗതി BJP കൊണ്ടുവരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയം അത് തന്നെയാണ്. അത് ഞങ്ങൾ ഉന്നയിക്കുന്നത് തികച്ചും ശരിയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആകട്ടെ, അതിൻ്റെ സുദീർഘമായ 40-ലധികം പേജുള്ള മാനിഫെസ്റ്റോയിൽ ഈ പൗരത്വ ഭേദഗതി, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് ഒരു വാക്കോ ഒരു വരിയോ പോലും എഴുതാൻ ഭയപ്പെടുകയാണ്. എന്താണ് അവരെ ഭയപ്പെടുത്തുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സംഘപരിവാർ അജണ്ടയായി വിലയിരുത്തപ്പെട്ടത് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. അത് 2-3 രൂപതകൾ അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. ഈ സംഘപരിവാറിൻ്റെ അജണ്ടയിൽ ഈ രൂപതകളിൽ അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ വീണു പോകുന്നു എന്ന് തോന്നലുണ്ടോ? ചില സ്ഥലങ്ങളിൽ ചില കത്തോലിക്ക നേതൃത്വം മുൻകൈയെടുത്ത് ഏതാനും വിരലെണ്ണാവുന്ന ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രദർശനം നടന്നു. അതിനെതിരായി കത്തോലിക്ക വിശ്വാസികളിൽ തന്നെയുള്ള അതിപ്രശസ്തരായ ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വരികയുണ്ടായി. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരികയുണ്ടായി. പല കത്തോലിക്ക വിഭാഗങ്ങളുടെ, കത്തോലിക്കരും അകത്തോലിക്കരുമുണ്ട്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ എല്ലാം ഭാഗത്തു നിന്നും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് ചിലയിടത്തുണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചില വിഭാഗങ്ങളെ മറ്റു ചില വിഭാഗങ്ങൾക്കെതിരായിട്ട് ദുരുപയോഗപ്പെടുത്തുക എന്നുള്ളത് RSSൻ്റെ ഒരു തന്ത്രമാണ്. അതിൽ വീണു പോകുന്നുണ്ട്. അത്
അതിൽ നിന്നും പുറത്തു വരാൻ അവർ കഴിയും എന്നാണ് ഞാൻ പറയുന്നത്. അതിലവർ വീണുപോയി എന്ന് കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ആ സംഭവം എത്രമാത്രം നിർഭാഗ്യകരമാണ് മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തെയും കേരളത്തെ പോലെ വ്യത്യസ്തമായ കേരള സ്റ്റോറികളുണ്ട്. ഇപ്പം ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് 34 കോടി രൂപ സമാഹരിച്ചു. വെള്ളപ്പൊക്കവും കോവിഡും വന്നപ്പോൾ ഒരു മനുഷ്യനെ പോലെ കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നു, അതിനെ ചെറുത്തു. അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഒരു CSIയുടെ പള്ളിയിൽ പിന്നെ റമദാൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഇസ്ലാമിക പ്രാർത്ഥന നടത്താൻ പള്ളി അങ്കണവും പ്രദേശവും മുഴുവൻ വിട്ടുകൊടുത്ത ഒരു സംഭവം കേരളത്തിലുണ്ടായി. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നമുക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അതിനെ ആ നിലയിൽ അവഗണിച്ച് തള്ളേണ്ടതാണ്. അവർക്ക് പറ്റിയ പിശക് തിരിച്ചറിഞ്ഞ് ഭാവിയിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാൻ അവർ തയ്യാറാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. LDF UDF തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമാണെന്ന് നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. CPM സമ്മതിക്കുന്നുണ്ട് എവിടെങ്കിലും ത്രികോണ പോരാട്ടമുണ്ട് എന്ന്. അല്ല, അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അത്തരം എന്തെങ്കിലും ഒരു വിലയിരുത്തൽ നടത്താനുള്ള സമയമായിട്ടില്ല. ഒരു മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്നതായിട്ട് ഇപ്പം ഞങ്ങൾ കാണുന്നില്ല.